നമ്മളിന്ന് പോകുന്നത് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കാണാനാണ് ഗായ്സ്. അങ്ങനെ നമ്മുടെ ചെക്കന്മാരൊക്കെ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, എല്ലാവരും സെറ്റ് അടിച്ചിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മുടെ കളിക്കുള്ള സമയമായി. അങ്ങനെ നമ്മുടെ ചെക്കന്മാരൊക്കെ റെഡിയായി ഗ്രൗണ്ടിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ് അപ്പോൾ നമ്മുടെ അപ്പുക്കളാണ് ഗായ്സ് മാസ് അടിച്ചെറിയുന്നത് ഗായ്സ്. പക്ഷേ ഔട്ടാക്കിയൊന്നും ഇല്ല. അങ്ങനെ ഗായ്സ് ഫസ്റ്റ് ഇയറിൽ അവരെ ഔട്ടാക്കിയില്ലെങ്കിൽ സെക്കൻഡ് ഇയറിൽ നമ്മുടെ അപ്പുക്കൾ അവരെയൊക്കെ ഔട്ടാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ കളി ഗായ്സ് നമ്മളാണ് ജയിച്ചിരിക്കുന്നത്. മൊത്തം വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അത് നമുക്ക് ഇനിയും അടുത്ത കളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ സെറ്റ് അടിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നൊക്കെ ഇരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഗായ്സ് എൻ്റെ ഈ ഹെയർ സ്റ്റൈൽ? കൊള്ളാൻ ഒരു തലയിലൂടെ ഞാൻ സ്ലൈഡൊക്കെ കുത്തിയിട്ടുണ്ട്. കേളി ഹെയർ ഒക്കെ എന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ പറയാം വേണമെങ്കിൽ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് സെറ്റ് അടിച്ചൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഗായ്സ് എല്ലാവരും സെറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മേളിലിരിക്കുന്നത് അപ്പുക്കളവും ജ്യോതിച്ചേട്ടായും ചിണ്ടോ ചേട്ടായാണ് ഗായ്സ്. അപ്പോൾ ബാൽക്കണിയിൽ ഇരുന്ന ഒരു കളി കാണുവാണ്, വീഡിയോ എടുക്കുന്നുണ്ട്. ഭയങ്കര ചിരിയൊക്കെയാണ് ഗായ്സ്. അതിനുശേഷം ഗായ്സ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയി ഗായ്സ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒക്കെ ഫുഡൊക്കെ കഴിക്കും. അങ്ങനെ നമ്മുടെ സൂപ്പറും വീഡിയോ എടുക്കുന്നുണ്ട്, മുഖം പൊത്തിയിരിക്കുകയാണ് ഗായ്സ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ അവൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട്, അത് കാരണമാണ്. കഴിഞ്ഞ വ്ലോഗ് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും സൂപ്പറിനെ പറ്റി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റ് അടിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഷാനിമോൾ എനിക്ക് ഫുഡൊക്കെ വാരി തരുവായിരുന്നു. സത്യം പറഞ്ഞാൽ കൈയൊക്കെ ഇടാൻ വയ്യായിരുന്നു, കാരണം ഷാനി എനിക്ക് നല്ല കറിയൊക്കെ കൂട്ടി ഉരുട്ടി വായി തരുവാണ്. ആ ഒരു സുഖം വേറൊന്നാണ്. അതുപോലെ ഗൈസ് നല്ല ഉച്ചയ്ക്ക് നല്ല പൊതിച്ചോറ് കഴിക്കുക എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. നല്ല കറികളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ക്രിക്കറ്റ് കളി നടത്തുന്ന പള്ളിക്കാർ തന്ന ഫുഡാണ്. അപ്പം പള്ളി ബേസിലാണ് ഈ കളിയൊക്കെ നടന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ വന്നിരുന്ന് കളി കാണുവാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ്, ഇൻസ്റ്റയിലൊക്കെ ഇടാൻ. അതൊക്കെയാണ് നിങ്ങളിപ്പം കാണുന്നത്. കുറച്ച് ഷോ ഓഫ് ഒക്കെ കാണിച്ചാണ് ഗൈസ് ഞങ്ങൾ വീഡിയോസൊക്കെ എടുക്കുന്നത്. എല്ലാവരും പിന്നെ അവിടെ വന്ന് സെറ്റ് അടിച്ചിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ വേറെ കളികളൊക്കെ നടന്നു, പക്ഷെ അതൊന്നും മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ കളിക്കാരൊക്കെ പുറകെ ഒന്ന് സെറ്റ് അടിച്ചിരിപ്പുണ്ട്. എല്ലാവരും ആവശ്യതയായി ഷിൻഡോ ചേട്ടയൊക്കെ അവിടെ കറങ്ങി കുത്തിയിരിക്കുകയാണ് ഗായ്സ്. ജ്യോതി ചേട്ടാ അപ്പോൾ വീഡിയോ എടുക്കുന്നത് എന്തൊക്കെയൊക്കെ പറഞ്ഞ് ചിരിച്ചോണ്ടിരിപ്പുണ്ട് ഗായ്സ്. ഇതിപ്പോൾ നമ്മുടെ ദീപു ചേട്ടയാണ്. ദീപു ചേട്ടായും ഷിബിൻ ചേട്ടയൊക്കെ കളിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ കാണുന്നപ്പോൾ ഒരു ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം ഗായ്സ് ഇതിനിടെ നമ്മുടെ റോജ് നമ്മുടെ ടിറ്റിച്ചേട്ടയുടെ മുടി പിന്നി കൊടുത്തോണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ചെറിയ മുടി ഇങ്ങനെ പിന്നി അവൻ കളിച്ചോണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ അതിനിടെ നമ്മുടെ ഷിബിൻ ചേട്ടൻ അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്കൊക്കെ സെറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ് നമ്മുടെ ചെക്കന്മാർ വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് കണ്ടറിയാം. ഗായ്സ് അപ്പോൾ ഈ കളിയിൽ നമ്മളാണ് ഗായ്സ് ജയിച്ചിരിക്കുന്നത്. മൊത്തം വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം ആ ഒരു സംഭവത്തിൽ അങ്ങ് ആയിപ്പോയി. അപ്പോൾ ഈ കളി നമ്മൾ ജയിച്ചിരിക്കുന്നു ഗായ്സ്. അങ്ങനെ ഗായ്സ് അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ചായ കുടിക്കാൻ പോയി. അവിടെ നിന്ന് അടിപൊളി ഒരു ചായക്കട ഉണ്ടായിരുന്നു, അടിപൊളി സ്ഥലമായിരുന്നു ഗായ്സ്. അങ്ങനെ നമ്മൾ സച്ചുക്കുട്ടനൊക്കെ അവിടെ നിന്ന് ഏത്തക്കാപ്പം കഴിക്കുകയാണ്. ഏത്തക്കാപ്പവും ചായയും മഴയും ആഹാ അടിപൊളിയായിരുന്നു ഗായ്സ്. അപ്പോൾ എല്ലാവരും ചായ കുടിക്കുവാണ്, നല്ല അടിപൊളി രസമായിരുന്നു ഗായ്സ്. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ജ്യോതി ചേട്ടായുടെ വകയാണ് ഗായ്സ് നമുക്ക് ചിലവ്. നമ്മുടെ ഇടതുവശം നിൽക്കുന്നതാണ് ജ്യോതി ചേട്ടായി, കോടീശ്വരനാണ് ഗായ്സ്. ചുമ്മാ പറഞ്ഞാണ് ഗായ്സ്, പാവാണ് ഗായ്സ് നമ്മുടെ ക്യാപ്റ്റൻ. അങ്ങനെ ഗായ്സ് പിന്നെ നമ്മുടെ ചെക്കന്മാരെ കളി ആരംഭിച്ചിരിക്കുന്നു. പിന്നെയും ഗായ്സ് നമ്മൾ അടിച്ച് പൊളിച്ച് കയറുവാണ് ഗായ്സ്. അങ്ങനെ നമ്മുടെ ചെക്കൻ മാസ് അടിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ വീരാൻ പോകുന്നത്, കാരണം അവരെല്ലാം മഴ പെയ്തിട്ട് മൊത്തം ഇങ്ങനെ ആയിപ്പോയി. അതാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ഈ കളി ജയിച്ചിരിക്കുന്നു. മൊത്തത്തിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾ ഇതിന് ജയിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തത്തിൽ മഴയായി, മൊത്തം അലമ്പായി പോയി. പക്ഷെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു. മഴയൊക്കെ നിന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ സെമി ഫൈനലും ഒക്കെ നടത്തി. അപ്പോൾ അതിനാണ് നമ്മുടെ സച്ചിൻ ചേട്ടായി സെറിഞ്ഞിച്ചും കൂടി ഇരുന്ന് പാട്ട് പാടുവാണ്. അടിപൊളിയാണ്, മഴയ പാട്ട് ആഹാ അടിപൊളി വൈബായിരുന്നു. ഞാനാണിത് സ്പീഡ് കൂട്ടിയാണ് വെച്ചേക്കുന്നത്, ഇനി അഥവാ കോപ്പിറൈറ്റ് അടിക്കുമോ ഇല്ലെന്ന് അറിയുന്നുണ്ട്, അത് കാരണമാണ് ഗായ്സ്. അപ്പോൾ അതിനിടെ എൻ്റെ ഷൂവിൻ്റെ ലേസ് കഴിഞ്ഞു പോയി. അപ്പോൾ എൻ്റെ സച്ചിക്കുട്ടൻ എനിക്ക് ഷൂ ലേസൊക്കെ കെട്ടി തന്ന്. അങ്ങനെ ഗായ്സ് എല്ലാവരും കൂടെ സെറ്റ് അടിച്ച് ഇവിടെ നിൽക്കുവാണ്, കാരണം ട്രോഫിയൊക്കെ വാങ്ങാനായിട്ടൊക്കെ ആയിട്ട് എല്ലാവരും നിൽക്കുവാണ്. കാരണം ജയിച്ച ടീമിനും അല്ലാത്ത ടീമിനൊക്കെ കൊടുക്കാനായിട്ടൊക്കെ ട്രോഫിയൊക്കെ സെറ്റാക്കി അവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഷിൻഡോ ചേട്ടാ എന്താണെന്ന് അറിയില്ല, അവിടെ പോയി ഒറ്റയ്ക്ക് നിൽക്കുന്നു, പാവമുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മുടെ ചെക്കന്മാർ സെമി ഫൈനൽ വരെ പോയി. നമുക്ക് 4ാം സ്ഥാനം കിട്ടി. എന്നാലും അടിപൊളിയായിട്ട് അവർ കളിച്ചു. അങ്ങനെ നമ്മളെ ട്രോഫി വാങ്ങാനായിട്ട് വിളിക്കുവാണ്.
ഗായ്സ് അങ്ങനെ നമ്മുടെ ചെക്കന്മാർ ട്രോഫിയൊക്കെ പിടിച്ചുകൊണ്ട് വരുവാണ്. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമായി. ശരിക്കും നല്ലതായിട്ട് അവർ കളിച്ചു. കുറേ നേരം പിടിച്ചിരുന്നു. എന്നാലും നമുക്ക് 4ാം സ്ഥാനം ലഭിച്ചതിന് ഭയങ്കര സന്തോഷമാണ്. ഫസ്റ്റ് ലഭിച്ചത് കാട്ടാക്കടയാണ്, സെക്കൻഡ് ലഭിച്ചത് കൊട്ടാരക്കര ഡിവിഷനാണ്, 3ാം സ്ഥാനം ലഭിച്ചത് അടൂരാണ്. അങ്ങനെ എല്ലാവരും നല്ലതായിട്ട് കളിച്ചു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നമുക്ക് കിട്ടിയ ട്രോഫി നമ്മുടെ ചെക്കന്മാരും. അങ്ങനെ ഗായ്സ് ട്രോഫിയൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ കയറി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പം പുതിയൊരു വീഡിയോ ആയി കാണുന്നവിടം വരെ ബൈ.